എക്കണോമിക്സിൻ്റെ ക്ലാസ് 11 ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ NCERT സിലബസ് അനുസരിച്ചിട്ടുള്ള എക്കണോമിക്സ് ക്ലാസ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിൽ മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെയാണ് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്? രണ്ട് സബ്ജക്ട്സ് നിങ്ങൾക്ക് എക്കണോമിക്സിൽ കവർ ചെയ്യാനുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, ദി അതർ വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിൽ 40 മാർക്സ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സിലും 40 മാർക്സ്. സോ ടോട്ടൽ 80 മാർക്സ്. ദെൻ പ്ലസ് 20 മാർക്സ് ഇൻറ്റേർണൽ മാർക്കാണ്, ദാറ്റ് ഈസ് പ്രോജക്റ്റ് വർക്ക്. സോ ആ മാർക്ക് നമുക്ക് ടീച്ചേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്, ചാപ്റ്റർ 1. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിനാണ് ഇക്കണോമിക്സ് പഠിക്കുന്നത്? വാട്ട് ഈസ് ഇക്കണോമിക്സ്? ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നതിന് മുൻപ് പറഞ്ഞോട്ടെ, ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് 7 മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത്. സോ എല്ലാ കോൺസെപ്റ്റ്സ് നമ്മൾ തറവാണെങ്കിൽ 7 മാർക്സ് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. സോ എന്താണ് ഇക്കണോമിക്സ്? എന്താണ് ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഇക്കണോമിക്സ് ആണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ടുള്ളൊരു കമ്മോഡിറ്റി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാതെ നമുക്കൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. സോ അതാണ് ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. അതാണ് ആൽഫ്രഡ് മാർഷൽ ഇക്കണോമിക്സിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നു. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഓർ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. നമ്മൾ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇക്കണോമിക്സ് ആണ്. സോ ആൽഫ്രഡ് മാർഷലിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, ആ ഒരു ടേമും നമ്മൾ ശ്രദ്ധിക്കണം. ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. സോ നമുക്കൊരു എക്സാമിന് ചിലപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും തരാം, ഈ ഒരു ഇക്വേഷൻ വന്നിട്ട് ഹൂസ് ഡെഫിനേഷൻ ഇസ് ദിസ് അല്ലെങ്കിൽ ഹൂ സേസ് ദിസ് ഡെഫിനേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സോ വാട്ട് ഈസ് എക്കണോമിക്സ് എന്നുള്ളത് ക്ലിയർ ആണ്. ആൽഫ്രഡ് മാർഷൽ എന്താണ് പറഞ്ഞത്? നൗ ദി നെക്സ്റ്റ് പോയിന്റ് ഇസ് എക്കണോമിക് ആക്ടിവിറ്റി. വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി? ഈ ടേംസ് ഒന്നും കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, ഇതൊക്കെ വളരെ സിമ്പിളാണ്. എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് യു ആർ ഡൂയിങ് വൺ എക്സസൈസ്, നമ്മളൊരു എക്സസൈസ് ചെയ്യണം, അതൊരു ആക്ടിവിറ്റിയാണ്. സോ ഇനി എക്കണോമിക്സിൽ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? സപ്പോസ് നിങ്ങളൊരു ഷോപ്പിൽ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോപ്പിൽ പോയിരുന്നു, അവിടെ നമുക്ക് പല സാധനങ്ങൾ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരു പ്രൈസ് കൊടുത്ത് നമ്മൾ മേടിക്കുന്നു. അങ്ങനെ നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇക്കണോമിക്സിൽ പറയുന്ന ടേമാണ് എന്ത്? കൺസംഷൻ. സോ ദിസ് ഈസ് എ ഫസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ദെൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ, പലരും ഇപ്പോൾ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്. സോ ഫോർ വൈ ദേ ആർ ഡൂയിങ് ദിസ് ബിസിനസ്? ടു ജനറേറ്റ് സം ഇൻകം. അവർക്കൊരു ഇൻകം കിട്ടണം. സോ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്, സെല്ല് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാണ്. അതിന് നമ്മൾ പറയുന്നത് ഇക്കണോമിക്സിൽ നമ്മൾ അതിന് എന്ത് പറയും? പ്രൊഡക്ഷൻ എന്ന് പറയും. അതൊരു സെക്കൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇനി വേറൊരു ഇക്കണോമിക് ആക്ടിവിറ്റി പറയാം. ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇൻകം കിട്ടുകയാണ്. ഈ ഇൻകത്തിൻ്റെ പാർട്ട് ഓഫ് ഇൻകം ഈസ് സേവ്ഡ്. നോർമലി നമ്മൾ കിട്ടുന്ന ഇൻകം മൊത്തം നമ്മൾ കൺസ്യൂം ചെയ്യാറില്ല. പാർട്ട് ഓഫ് ഇൻകം ഈസ് സേവ്ഡ്. സോ ഇക്കണോമിക്സിൽ നമ്മൾ അതിനെ പറയും സേവിങ്. സോ ദിസ് ഈസ് അതർ എക്കണോമിക് ആക്ടിവിറ്റി. ഇനി ഫോർത്ത് പോയിന്റ്, അതർ എക്കണോമിക് ആക്ടിവിറ്റി. അനദർ വൺ ഈസ്, ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, നമുക്കതിലൊരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലേ? ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇപ്പോൾ ഒരു കേക്കിൻ്റെ ബിസിനസ് തന്നെ എടുത്തോ, നമ്മളതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മേടിക്കണം? ഒരു ബ്ലെൻഡർ മേടിക്കണം, മസ്റ്റായിട്ട് നമുക്കൊരു OTG അല്ലെങ്കിൽ ഓവൻ ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണം. സോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ അതിന് എന്ത് പറയും? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. സോ ഓൾ ദീസ് ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ദീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ മോട്ടിവേറ്റഡ് ടു ജനറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും നോർമലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് നമുക്കിതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് കൺസംഷൻ എന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇതിലേക്ക് പോവുകയാണ്, ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു, നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു. സോ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പറയുന്നത് ഇക്കണോമിക്സിൽ നമ്മൾ ആരായി അവിടെ? We are called as consumers. If you are going to market to buy some products, then you are a consumer in the market. മാർക്കറ്റിൽ നിങ്ങളൊരു കൺസ്യൂമറാണ്.
നമ്മളൊരു പേഴ്സൺ, വി ആർ ഗോയിങ് ടു എ മാർക്കറ്റ്, ദിസ് ഈസ് എ മാർക്കറ്റ്, സോ മെനി പ്രോഡക്ട്സ് ആർ ദർ. So here you are a consumer, you are going to a market to buy some products. Then who is consumer? Consumer എന്ന് പറഞ്ഞാൽ is one who consumes goods and satisfaction for goods and services for his satisfaction of his wants. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുമോ? ഇല്ല. ദി പ്രോഡക്ട്സ് ഫ്രം വേർ യു വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ടൈപ്പ് പെന്ന് വേണം, ആ പെന്നുകൊണ്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പെഷ്യൽ ടൈപ്പ് പെൻ മാത്രം എപ്പോഴും ചൂസ് ചെയ്യുന്നു. സോ നമുക്ക് എപ്പോഴും ഒരു ചൂസ് ഉണ്ട്, നമ്മൾക്ക് ഇന്ന സാധനം വേണം, ഒരു വാണ്ട് ഉണ്ട്, ഇന്നത് വേണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫ്രം ദാറ്റ് പ്രോഡക്റ്റ് ഓൺലി വി വിൽ ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. സോ ദെൻ യു ആർ എ കൺസ്യൂമർ. ആൻഡ് ദി വാട്ട് ആക്ടിവിറ്റീസ് ഹീ ഈസ് ഡൂയിങ് ദർ ഈസ് കൺസംഷൻ. കൺസ്യൂമർ എന്താണോ ഇക്കോണമിയിൽ ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റിയാണ് കൺസംഷൻ. എന്ന് വെച്ചാൽ ഇക്കണോമിക്സിൽ നമ്മൾ അതിനൊരു ഡെഫിനേഷനായിട്ട് പറയും എന്ത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പെൻഡിങ് ഫോർ എക്യൂസിഷൻ ഓഫ് യൂട്ടിലിറ്റി. ടേംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കണോമിക്സിൽ. എക്യൂസിഷൻ ഓഫ് യൂട്ടിലിറ്റി. എക്യൂസിഷൻ ഓഫ് യൂട്ടിലിറ്റി എന്തിൻ്റെ യൂട്ടിലിറ്റി? ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ്, ഈ ടേംസ് ശ്രദ്ധിക്കണം. സർവീസസ്, ഫോർ വൈ വി ആർ ട്രൈങ് ടു ബൈ ദീസ് ഗുഡ്സ് ടു ഗെറ്റ് അല്ലെങ്കിൽ ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് ഈ സാധനങ്ങൾ മേടിക്കുന്നത്. അതിൻ്റെ യൂട്ടിലിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി നമുക്ക് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിന് നമ്മൾ ഇക്കണോമിക്സിൽ കുറച്ചും കൂടി ഒരു ടേം യൂസ് ചെയ്തിട്ട് പറയുകയാണ് എന്ത്? ഇൻഹെറൻറ്റ് വാല്യൂ. ടേംസ് ശ്രദ്ധിക്കണം. ഇൻഹെറൻറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അതാണ് എന്ത്? യൂട്ടിലിറ്റി. സോ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സ്പെൻഡിങ് ഫോർ എക്യൂസിഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദി ഇൻഹെറൻറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അപ്പോൾ ഈ ടേംസ് എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്കണോമിക്സ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ ടേംസ് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് consumption. That point is clear. Now again ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്നത്. പ്രൊഡ്യൂസർ എന്താണ് ഒരു ഇക്കോണമിയിൽ ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഹൂ പ്രൊഡ്യൂസസ് ഓർ സെൽസ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ജനറേറ്റ് ഇൻകം ഇൻ ദി ഇക്കോണമി. പ്രൊഡ്യൂസർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, അത് ചെയ്യുന്ന ആളെ പറയുന്നതാണ് പ്രൊഡ്യൂസർ. ആ ആക്ടിവിറ്റിയാണ് എന്ത്? പ്രൊഡക്ഷൻ. അപ്പോൾ എക്കണോമിക്സിൽ നമ്മളതിന് കുറച്ചും കൂടി ഭംഗിയിലൊരു ടേം, ഒരു ഡെഫിനേഷൻ പോലെ പറയും. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്. അതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സാണ്? ഓഫ് കൺവേർട്ടിങ്. എന്താ കൺവേർട്ട് ചെയ്യേണ്ടത്? കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് into useful things. അതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പറയാം ഒരു വുഡ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്. നമ്മളതിലൊന്നും ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും ടേബിളോ അല്ലെങ്കിൽ ചെയറൊക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു. അങ്ങനെ റിലേറ്റ് ചെയ്ത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെഫിനേഷൻസ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാകും. ദെൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു യൂസ്ഫുൾ തിങ്സ്. നമ്മൾ പറഞ്ഞു അടുത്ത എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പം നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് പൈസ കിട്ടും അല്ലേ? മണി. ആൻഡ് സാധാരണ ഒരു ഹ്യൂമൻ ബിഹേവിയർ എന്താണ്? നമ്മൾ ഈ മണി മൊത്തം നമ്മൾ കൊണ്ട് സ്പെൻഡ് ചെയ്യുമോ ഇക്കോണമിയിൽ? ഇല്ല. എ പാർട്ട് ഓഫ് ഇൻകം ദേ ഓൾവേസ് പ്രിഫർ ടു സേവ്. ഇത് സേവ് ചെയ്യാണ്. ദിസ് ഇസ് സേവ്. ആൻഡ് ദി അതർ part they are consumed in the economy. So that is saving. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ആൻഡ് ദി അതർ വൺ ഈസ് നമ്മൾ പറഞ്ഞു ഒരു
ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വേണം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ ഇക്കണോമിക്സ് വി ആർ സേയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ജനറേറ്റ് ഇൻകം, അല്ലേ? ജനറേറ്റ് ഇൻകം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കേക്കിൻ്റെ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കുറേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ടു ജനറേറ്റ് ഇൻകം. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. വാട്ട് ആർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്? കൺസംഷൻ, പ്രൊഡക്ഷൻ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ഫോർ എ മോണിറ്ററി ഗെയിൻ. മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ചെയ്യുന്നത്. So next topic is economic problem. That is a very important topic ആണ് economic problem. Economic problem ഞാൻ സ്കെച്ച് കൊണ്ടാണ് എഴുതുന്നതെങ്കിലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനാണ് സ്കെച്ച് യൂസ് ചെയ്യുന്നത്. ഇക്കണോമിക് പ്രോബ്ലം എന്താണ്? ഇക്കണോമിക് പ്രോബ്ലം, സപ്പോസ് നിങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. യു ഹാവ് എ ബിഗ് ലാൻഡ് ആൻഡ് അവിടെ ഒരു ട്രീ ഉണ്ട് ആൻഡ് യു ക്യാൻ യൂസ് ദാറ്റ് വുഡ് ടു പ്രൊഡ്യൂസ് ടു മേക്ക് സം ഫർണിച്ചർ ഫോർ യുവർ ഹൗസ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ആ മരം വെട്ടിയിട്ട് ഫർണിച്ചർ ഉണ്ടാക്കാം. സോ യു ഹാവ് വൺ പീസ് ഓഫ് വുഡ് ഫ്രം ദിസ് ട്രീ ആൻഡ് യു ഹാവ് ടു മേക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡോർ and some cupboards, some chairs, one beautiful table, everything you have to make for your house. Okay, എല്ലാം നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ആകെയുള്ളത് എന്താണ്? ഓൺലി വൺ പീസ് ഓഫ് വുഡ്. ബട്ട് ഈ പീസ് ഓഫ് വുഡ് കൊണ്ട് നിങ്ങൾക്ക് ഐദർ യു ക്യാൻ മേക്ക് one chair, some chairs or a beautiful door with some artworks. ഓക്കെ, അല്ലെങ്കിൽ ഒരു കബോർഡ് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ പീസ് ഓഫ് വുഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാം ആവശ്യമുണ്ട്. സോ മെനി തിങ്സ് യു ഹാവ് ടു മേക്ക് വിത്ത് ദിസ് വുഡ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, റൈറ്റ്? സോ ഇക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി ഈസ് ദി ഇക്കണോമിക് പ്രോബ്ലം. ദാറ്റ് ഈസ് ടേം. ലിസൺ ദിസ് ടേം. Scarcity, that is the root of all economic problems. Scarcity, it is the root of all economic problems. This is the economic problem, scarcity. That means നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. That means your wants are unlimited. Your wants are unlimited, but your resources, that means the resource എന്ന് പറയുന്നത് ഇത് wood. Resources are limited. That is the economic problem. Wants unlimited ആണ്, ഒരേ സാധനങ്ങൾ വേണം. പക്ഷെ നിങ്ങൾക്കുള്ളത് ആകെ വൺ പീസ് ഓഫ് വുഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി റിസോഴ്സ്, ദാറ്റ് ഈസ് ലിമിറ്റഡ്. ദിസ് ഈസ് ദി ബേസിക് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ആൻഡ് ദി അതർ പോയിന്റ് ഇസ് all these resources have alternative uses. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. either you can make one door, or you can make one cupboard, or you can make a table, or you can make some chairs. എല്ലാം ഉണ്ടാക്കാൻ പറ്റില്ല. either this or this or this or this. ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ റിസോഴ്സസ് ആസ് ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇറ്റ് ഹാസ് സം ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. That is the main problem. So we have to make a selection for what to produce or how to produce എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടി വരും. We cannot satisfy all our wants and desire. So in societyയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? Society has to decide how to use these scarce resources to obtain. എന്ത് ഒബ്റ്റെയിൻ ചെയ്യണം? സൊസൈറ്റി ആകുമ്പോൾ സൊസൈറ്റിയിലത്തെ എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ നോക്കണം. അപ്പം നമ്മൾ അതിന് എക്കണോമിക്സിൽ പറയുന്നൊരു ടേമാണ് എന്ത്? മാക്സിമം സോഷ്യൽ പോസിബിൾ satisfaction. The term is important. Satisfaction of its members. Okay, of its members that society is doing. So society has to consider the satisfaction, maximum social possible satisfaction of its members.
Okay, then scarcity is the main problem of economy. So if there is no scarcity, there is no economic problem. No scarcity ആണെന്ന് വിചാരിച്ചോ, no scarcity, there is no scarcity, then no economic problem, right? No economic problem. ഇനി no economic problem ആണെങ്കിലോ, no economic problem ആണെങ്കിൽ എന്താണ്? No economics. So economics എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? There are some problems. So that is why we are studying economics. Economics എന്ന് പറയുമ്പോൾ തന്നെ അവിടെയൊക്കെയുള്ള പ്രോബ്ലം, ആ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? Scarcity is the main problem. Now the next topic is 3 important components of economic activity. 3 important components of economic activity. എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. നൗ 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ്? നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് തന്നെയാണ്. ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊരു ഇക്കോണമിയിൽ പോകുന്നു, ഒരു മാർക്കറ്റിലേക്ക് പോകുന്നു, അവിടെ സാധനങ്ങൾ മേടിക്കുകയാണ്, പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നു. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? കൺസംഷൻ. അതാണ് ഫസ്റ്റ് കമ്പോണൻ്റ്, കൺസംഷൻ. സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റിയെ പറഞ്ഞു, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയാണ്, അതിനെ പറയുന്നതാണ് ഇക്കണോമിക്സിൽ പ്രൊഡക്ഷൻ. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോ, റൈസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ റൈസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈ റൈസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫീൽഡ് വേണം, ലാൻഡ് വേണം, അല്ലേ? ലാൻഡ് വേണം. പിന്നെന്ത് വേണം? ലാൻഡ്. ലേബർ വേണം. ഓക്കെ, ലേബർ വേണം. പിന്നെന്ത് വേണം? ക്യാപിറ്റൽ വേണം, എന്ന് വെച്ചാൽ മെഷീൻസ് വേണം. ദെൻ ഓർഗനൈസേഷൻ, ആരെങ്കിലും ഒരാൾ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, സോ ഇവർക്കെല്ലാവർക്കും ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻസ്. കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനും, പ്രോഫിറ്റ് അല്ല, കിട്ടുന്ന ഇൻകം ഈ ലാൻഡിന് കൊടുക്കണം, ലേബറിന് കൊടുക്കണം, ക്യാപിറ്റലിന് കൊടുക്കണം, ഓർഗനൈസേഷൻ. അതിന് നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്നതാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. So 3 components ആണ് economic activity. One is consumption, second is production, third one is distribution. നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് കൺസംഷൻ. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു, ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഇക്കോണമിയിൽ ചെന്ന് നമ്മൾ ചെയ്യുന്ന പൈസ കൊടുത്തൊരു സാധനം മേടിക്കുന്നതാണ് കൺസംഷൻ. എന്ന് വെച്ചാൽ ഇക്കണോമിക്സിൽ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആസ് കൺസ്യൂമേഴ്സ്. ഹ്യൂമൻ ബീയിങ്സ് ഇക്കോണമിയിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സായി. കൺസ്യൂമേഴ്സ് ഓർ ബയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ വാണ്ട്സ്. ഞാൻ പറഞ്ഞൊരു ഇക്കോണമിയിൽ പോയിട്ട് നമ്മൾ എല്ലാം മേടിക്കില്ല, നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫാക്ഷൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. സോ അതാണ് കൺസംഷൻ. സോ കൺസ്യൂമേഴ്സ് എപ്പോഴും എന്താണ് ചെയ്യുക? കൺസ്യൂമേഴ്സ് എപ്പോഴും ട്രൈ ടു മാക്സിമൈസ് ചെയ്യാൻ നോക്കും. എന്ത് മാക്സിമൈസ് ചെയ്യാൻ നോക്കും? അവരുടെ സാറ്റിസ്ഫാക്ഷൻ, മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. അതാണ് കൺസ്യൂമേഴ്സ് ചെയ്യുന്നത്. സോ ടു ഗെറ്റ് ദി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ദേ അലോക്കേറ്റ് ദെയർ ഇൻകം. ഒരു കൺസ്യൂമർ എന്ത് ചെയ്യും? അവരുടെ ഇൻകം അലോക്കേറ്റ് ചെയ്യാണ് ഫോർ ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇനി സെക്കൻഡ് നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷനാണ് സെക്കൻഡ് പോയിന്റ്. ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരാൾ അവരെപ്പോഴും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്? ദാറ്റ് ഈസ് കമ്പൈനിങ് ഇൻപുട്സ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡക്ഷൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞു. ഇൻപുട്ടിൽ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുന്നതാണ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണം, അപ്പോൾ അതിൻ്റെ ഇൻപുട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ മാംഗോ മിൽക്ക് ഷേക്ക്, മാംഗോ വേണം, മാംഗോൻ്റെ പൾപ്പ് ഉണ്ടാക്കണം, ഷുഗർ വേണം, പിന്നെ മിൽക്ക് വേണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്താവുന്നത്? മാംഗോ മിൽക്ക് ഷേക്ക് ആവുന്നത്. സോ ഒരു പ്രൊഡക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. ബട്ടർ വേണം, ഷുഗർ വേണം, മിൽക്ക് വേണം. അത് ഓരോ കേക്കിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആണ്. പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. സോ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഹാവ് ഓൾവേസ് ലിമിറ്റഡ് ആയിട്ടുള്ള മീൻസേ അവരുടെ ഉള്ളൂ. സോ ദേ ഓൾവേസ് വിൽ ട്രൈ ടു
minimize their cost of production. Always will try to minimize their cost of production. Listen this term, its term is very important. Minimize their cost of production and maximize their profit. മാക്സിമൈസ് എന്ത് മാക്സിമൈസ് ചെയ്യുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്കിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബട്ടർ വാട്ട് ദേ ആർ ഡൂയിങ് അറിയോ? അവർ മർഗറൈൻ യൂസ് ചെയ്യും. സോ ലോ വെജിറ്റബിൾ ഫാറ്റാണത്, ലോ കോസ്റ്റ് വെജിറ്റബിൾ ഫാറ്റാണ്. അപ്പോൾ അധികം കോസ്റ്റ് ഇല്ല. സോ അവർക്കവിടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കോസ്റ്റ് ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. സോ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ്, സപ്പോസ് യു വിൽ ഗെറ്റ് 700 rupees for one cake and your cost is 300. അപ്പോൾ എത്രയാണ്? 700 minus 300 is equal to 400 അല്ലേ? പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് റുപ്പീസ്, ഈ വിലയ്ക്കാണ് നിങ്ങൾ വിട്ടത്. ദാറ്റ് ഇസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് റവന്യൂ. നിങ്ങൾക്ക് എന്ത് കിട്ടി? റവന്യൂ മൈനസ് എന്ത് കോസ്റ്റ് ഉണ്ട്? റവന്യൂ എന്ത് കോസ്റ്റ് ഉണ്ട്? ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റവന്യൂ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ആ കിട്ടുന്ന ഇൻകം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് സ്റ്റഡീസ് ഹൗ ഇൻകം ജനറേറ്റഡ് ഫ്രം ദി പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഇൻകം അലോക്കേറ്റ് ചെയ്യുന്നത്? അതാണ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. ലാൻഡ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. സോ ഇൻ ദി ഫോം ഓഫ് ലാൻഡിന് റെൻറ്റ് കൊടുക്കണം, ലേബറിന് വേജ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കണം. സോ ദി പാർട്ട് ഓഫ് ഇൻകം വിൽ ഗോ ടു ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി ഫോം ഓഫ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ദിസ് ഇസ് ദി സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ? സ്റ്റഡി ഓഫ് മൈക്രോ യൂണിറ്റ്സ് അല്ലേ? സ്റ്റഡി ഓഫ് മൈക്രോ യൂണിറ്റ്സ്, സ്റ്റഡി ഓഫ് സിംഗിൾ യൂണിറ്റ്സ്, മൈക്രോ യൂണിറ്റ്സ്, അതാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് ദി ഇക്കണോമിക് പ്രോബ്ലംസ് ആസ് എ ഹോൾ. പ്രോബ്ലം ആസ് എ ഹോളായിട്ട് നമ്മൾ ഒരു സൊസൈറ്റിയുടെ മൊത്തം, ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ല, ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആസ് എ ഹോൾ. അതാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഈ ടോപ്പിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മൈക്രോ ആൻഡ് മാക്രോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.